baby, shake it here, drop it low, move around, let you get your, baby, turn it up, make it work, one more time, you know how we go, baby. അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വർക്കായിട്ടുള്ളൊരു വണ്ടി ആയിട്ടാണ് 2024, അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വൈഡർ ബോഡി തമിഴ്നാട്ടിൽ നിന്ന് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുള്ള് വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. A to Z എന്നുള്ള കണ്ടീഷനിൽ സീറ്റ് തൊട്ട് സൗണ്ട് എല്ലാ സൗണ്ടും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. In every way, I can't give it up. Anything just to feel the rush. This just ain't enough. Oh, we make my life. Oh, we can do this every night.
അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ വർക്ക് കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നമുക്ക് വരുമ്പോൾ പുതിയൊരു വണ്ടിയായിരുന്നു, അതായത് ബ്രാൻഡ് ന്യൂ വണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും A to Z എന്നുള്ള കണ്ടീഷനിൽ ഫുള്ള് വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ വ്യൂ കാര്യങ്ങളൊക്കെ കാണിക്കാറുള്ളത്. ഈ പ്രാവശ്യം ബാക്കിൽ നിന്ന് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് അതേപോലെ തന്നെ നല്ലോണം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ചിലവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക് ഭാഗം കളറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം. അതേപോലെ തന്നെ ഇതേപോലത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഇൻസൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡിൽ ഒരുപാട് വെറൈറ്റികൾ, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെറൈറ്റികൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി വർക്കിന് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സൈഡ് ഫ്രണ്ടിൽ വരുത്തിയാണ് മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ തന്നെ ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് തൊട്ട് താഴെയിട്ട് കാലിയർ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ കാലിയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺസൈഡ് ആണെന്നുണ്ടെങ്കിൽ സൺസൈഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനസ് ടൈപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷായിഷ എന്നാണ് ഈ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഷായിഷാരെ ലോഗോ അതേമാതിരി തന്നെ നെയിം ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഫുൾ പിക്സൽ വർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിനാണെങ്കിൽ മിറർ ഇൻഡിക്കേറ്റർ, അതേമാതിരി തന്നെ ഫോർച്യൂണർ ടൈപ്പ് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിക്സൽ ടൈപ്പ് ഹെഡ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രില്ലുമാണെങ്കിൽ ഗ്രിൽ ലൈറ്റ്, അതേമാതിരി തന്നെ ഉള്ളിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പറുമാണെങ്കിൽ ഫുൾ പിക്സൽ വർക്ക് കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ബമ്പർ ലിപ്പ് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിന്മേൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ഫോഗ്, ഇപ്പോഴത്തെ ബുള്ളറ്റ് ടൈപ്പിൽ എക്സ്ട്രാ ഫോഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈഡിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ മെയിനായിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ എൻക്വയറി നടത്തിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു 2008 മോഡൽ 17 സീറ്റ്. അപ്പോൾ അതിൻ്റെ ഔട്ട് സൈഡ് ലുക്ക് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉള്ളിൽ വരുമ്പോൾ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ലളിത എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയെ പോലെ തന്നെ ഉള്ളു, അതേപോലെ തന്നെ ഇതിലൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈറ്റ് വർക്ക് കാര്യങ്ങളുണ്ട്. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക മൂടാണ്. അതേപോലെ തന്നെ ഇതിൽ വീണ്ടും അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഭാഗമാണ്. സൗണ്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം 4 ആമ്പ് വെച്ചിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബസ്സിലൊക്കെ എങ്ങനെയാണോ സൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണത് അതേപോലത്തെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടർ ബോഡിയിൽ വോക്കൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കിലേക്ക് ആണെങ്കിലും സൗണ്ട് കാര്യങ്ങളും അതിന് മിക്സർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം വയലിനും അതേമാതിരി തന്നെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള മിക്സർ കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കാണ് മെയിനായിട്ട് ഈ ഒരു വണ്ടിയിലെ വർക്കുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ അലൈവിൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നൈറ്റ്, അതായത് ഏകദേശം 4 മണി വരെ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ ഇറക്കിയത്. കാരണം വെച്ചാൽ ഈ ഒരു പാർട്ടിയുടെ അനിയൻ്റെ മാരേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അത്ര ടൈറ്റ് ഷെഡ്യൂളായ കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്കും ഒരു പേടിച്ചിട്ടാണെങ്കിലും അതേപോലെ പടപടാന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ അടുത്തത് ഇനിയും വരാനായിട്ട് ഇറങ്ങുന്നുണ്ട്, അത് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വെറൈറ്റി വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വണ്ടി സെയിലിനുള്ള വണ്ടികളായിരിക്കും. അതേപോലെ തന്നെ വണ്ടി റെൻറ്റിന് കാര്യങ്ങളൊക്കെ, അത് റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഡ്രൈവറായിട്ട് നമ്മൾ ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഔട്ട് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ പേരായിട്ടുള്ള സായിഷ എന്നുള്ള ലോഗോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ പിക്സലും അതേമാതിരി തന്നെ LED കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും നല്ല രീതിയിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്മോക്കർ ബാക്കിൽ വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഒരു ബാർ ലൈറ്റ്, 2 ബില്ലറ്റ്, അതേമാതിരി തന്നെ 2 ലൈസറാണ് പിന്നെ അത് വരുന്നത്. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മിക്സർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലേക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിക്സർ. ഇനിയിപ്പോൾ അത്യാവശ്യം വയലിന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വയലിനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പക്കയായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ച് ബോക്സ് ആണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് പഞ്ച് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം ഫ്രണ്ടിലേക്ക് ആണെങ്കിലും അതേപോലെ തന്നെ ബാക്കിലേക്ക് ആണെങ്കിലും നല്ല വർക്കിങ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ പഞ്ച് ബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഫുൾ റേഞ്ച് സ്പീക്കർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിൽ ടോപ്പിൽ ലൈറ്റ് വർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ ആണെങ്കിലും ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു ബാക്കിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പറയാനായിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതൊരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയതുകൊണ്ടും പിന്നെ ചെറിയ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു മിനിമലായിട്ടാണ് നമ്മൾ വർക്കുകൾ കാര്യങ്ങൾ പറയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈം നിലവിലില്ല. പിന്നെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഒരു ചെറിയ രീതിയിലൊരു വെയിൽ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിൽ ഈ ഒരു വണ്ടി നല്ല രീതിയിൽ കളറാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.